ഇന്നലെ 27-ാം രാവായിരുന്നു. അതിൻ്റെ ഒരു പ്രാർത്ഥനാ ലഹരിയിലാണ് എല്ലാ വിശ്വാസികളും. ഒപ്പം ഇന്ന് തളിക്ഷേത്രത്തിൽ ഉത്സവമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാളയം മാർക്കറ്റിലാണ്. ഞാൻ നോബലിലേക്ക് വരാം. അതിനു മുമ്പ് ചേട്ടാ എന്താ പേര്? ശ്രീജിത്ത്. എന്താ ചേട്ടൻ്റെ പേര്? ചന്ദ്രൻ. ഓക്കെ, എന്താ നമ്മുടെ പേര്? ഉദയകുമാർ. ഓക്കെ, ഉദയകുമാർ. എന്താ മൊത്തത്തിൽ എങ്ങനെ പോണു ജീവിതമൊക്കെ? രാഷ്ട്രീയം എങ്ങനെയാ കോഴിക്കോട്? നല്ല ചൂടാണ്. ആർക്കാ സാധ്യത? സാധ്യത രണ്ടും കണക്കായിരിക്കും. രണ്ടുപേരും കണക്കായിരിക്കും. LDF UDF. BJP സാധ്യത കാണുന്നില്ല. ഇല്ല. എന്താ സാധ്യത ചേട്ടാ നമ്മുടെ മണ്ഡലത്തില്? ഇപ്പൊ നിലപാട് പറയാൻ കഴിയില്ല. ഇപ്പൊ കടുത്ത മത്സരമായോ? പ്രവചനാതീതമായി ആണോ? ചേട്ടാ ആരായിരിക്കും എന്നാലും ഒരു സാധ്യത ആണോ? എന്താ സാധ്യത ചേട്ടാ? സാധ്യത UDF വരണം എന്നാ. കാരണം ഭരണത്തില് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്ന് വരണം. കാരണം ജനങ്ങൾക്കൊക്കെ ഇപ്പൊ കുറെയൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതായത് UDF വരണം എന്നാണ് ചേട്ടൻ പറയുന്നത്. അങ്ങനെ തന്നെയാണോ? UDF വന്നാലേ കോഴിക്കോട് മണ്ഡലത്തിൽ നന്നാവൂ എന്നാണോ? ആണോ? എന്താ ചേട്ടാ അഭിപ്രായം? മണ്ഡലത്തിൽ UDF വന്നിട്ട് കാര്യമില്ല. എന്താ കാര്യം? പുരോഗതിയില്ല. അതായത് 15 വർഷം ആണല്ലേ? അതേ രീതിയിൽ തന്നെയാണോ നിൽക്കുന്നത്? അപ്പൊ മണ്ഡലത്തിൽ മാറ്റം വരണമെങ്കിൽ ആര് വരണം എന്നാണ് കണക്കാക്കുന്നത്? ഗരീംക വരണം. അങ്ങനെയാണോ? ആണോ? അങ്ങനെ ആണോ? ഇവിടെ 18 ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുത്ത അയച്ചു. കഴിഞ്ഞ പ്രാവശ്യം എന്താ ചെയ്തവര്? ഇവിടെ ഗവൺമെന്റിന്റെ പ്രതിസന്ധി ഘട്ടത്തില് സംസ്ഥാനത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വന്ന് ഒരു MP വരെ അതിനോട് ഐക്യദാർഢ്യം അർപ്പിച്ചിട്ട് അവിടെ വന്ന് ഡൽഹിയിൽ വന്നൊന്ന് സംസാരിക്കാൻ വരെ ഒരാൾ നിന്നില്ല. ഇവിടെ ഇടതുപക്ഷം മാത്രമല്ല സംസ്ഥാനത്തുള്ളത് എല്ലാരും കൂടിയുള്ള ഒരു സംസ്ഥാനമാണ് അല്ലേ? അതിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ രാഷ്ട്രീയ നിലപാടുകൾ നോക്കാതെ എല്ലാരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഘട്ടമുണ്ടായിരുന്നു. അതിൽ ഒരു MP വരെ അവിടെ വന്നിട്ട് നിന്നില്ല. മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരും അതിന് ഐക്യദാർഢ്യം അർപ്പിച്ച് അവിടെ എത്തി. ഇവിടെ ഒരു MP വരെ അതിൽ നിന്നില്ല. കേരളത്തിലെ പൊതുവായിട്ട് MP എന്ന് പറഞ്ഞാല് ഒരു പ്രദേശത്തെ മാത്രം MP അല്ല. ഇവരൊരു സംസ്ഥാനത്തിന്റെ ഒട്ടായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ട അധികാരങ്ങളോ അവകാശങ്ങളോ അതേപോലെ തന്നെ ഫണ്ടുകൾ നേടി തരാനുള്ള ഒരു MP ആയിരിക്കണം. ചേട്ടാ അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ ഇവിടെ പറഞ്ഞത് തന്നെ. കാരണം മാറ്റം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കൂലിപ്പണിയെടുക്കുന്ന ആൾക്കാർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽ മേഖല ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ചേട്ടാ എന്താ ചെയ്യണ പണി? ഞാൻ പുതിയ കോൺട്രാക്ട് ആണല്ലേ? അപ്പം തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെയൊക്കെ പാർലമെന്റിൽ സംസാരിക്കാൻ MK രാഘവനാണോ ഇളമരം കരീമാണോ MT രമേശാണോ നല്ലത്? ഇതില് സംസാരിക്കുന്ന കാര്യത്തിൽ അവനവന്റെ പക്ഷെ സംസാരിക്കാൻ എല്ലാവരും ബുദ്ധിമാന്മാരാണ്. പക്ഷെ ഇതിൽ നിന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന കഴിവ് കൊണ്ടുവരാനുള്ള രാഷ്ട്രീയം ഇവിടെ വരണം. അതാണ് കാരണം ജനങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള സാഹചര്യം വേണം, ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. എന്താ മൊത്തത്തിൽ എങ്ങനെയാ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാധ്യതയൊക്കെ? കരീംക ജയിക്കണം എന്നാണ് ഊർജ്ജസ്വരമായിട്ട് പറഞ്ഞല്ലോ. വർഗീയവാദികളെ വോട്ട് വേണ്ടെന്നുള്ളത് LDF സർക്കാരിന് LDF പറഞ്ഞത്. മുരളീധരൻ കഴിഞ്ഞ പറഞ്ഞെന്താണ് വോട്ടർ പട്ടികയിൽ പേരുള്ള വോട്ട് ചെയ്യാൻ. അതേപോലെ പറഞ്ഞല്ലോ അവിടുത്തെ തൃശ്ശൂർ സ്ഥാനാർത്ഥി സുനിൽകുമാർ പറഞ്ഞല്ലോ വർഗീയവാദികളെ വോട്ട് വേണ്ട. അപ്പൊ നിലപാടിന് വോട്ട്. അതാണ്. അപ്പം മണ്ഡലത്തിൽ നിന്നുള്ള രാഷ്ട്രീയ വിശകലനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. സാധാരണക്കാരായ വോട്ടർമാരാണ്. പക്ഷെ അവരെ വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തുകയും പഠിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഈ യാത്രയിൽ ഉടനീളം നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. താങ്ക് യു. അപ്പോൾ